ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറയുക, എന്നത്തെയും പോലെ കുറച്ച് രാവിലത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉമ്മ രാവിലെ തന്നെ നല്ല പുട്ടൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരകി പുട്ടും പൊടിയൊക്കെ നനച്ചിട്ട് ഉമ്മ അങ്ങനെ പുട്ട് ഒരു കുറ്റി പുട്ട് അങ്ങനെ ഉമ്മ ചുട്ടിട്ട് അടുത്ത കുറ്റി പുട്ട് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. എനിക്ക് രാവിലെ തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ടാണ് തുടങ്ങണത്. കാരണം ഇന്നലെ ഷേജു ബേബി എനിക്ക് നല്ല പണി തന്നു. ഷേജു ബേബിക്ക് ഞാൻ പമ്പേഴ്സ് കുറച്ചൊക്കെ എന്താ പറയുക, ഒന്ന് രാത്രി കുറച്ച് ദിവസം ഒന്ന് ഇടാതെ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് എണീറ്റിട്ട് പിന്നെ ഞാൻ ഓനെ മൂത്രമൊഴിപ്പിക്കും. അപ്പം അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ലെവലായി പോയിട്ടോ. പക്ഷെ നമ്മൾ ഉറക്കം നല്ലോണം പോകും. നമ്മളൊന്നും കൂടെ എണീറ്റിട്ട് പിന്നെ ഓനെ അങ്ങനെ മൂത്രമൊഴിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ കിടക്കുമ്പോൾ ആകെ കുറച്ച് ടൈമുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പിന്നെ ഉറക്കം അങ്ങനെ ശരിയാവലില്ല. അപ്പം അങ്ങനെ കരുതിയിട്ട് ഇപ്പോൾ കുറേ ദിവസം പിന്നെ പമ്പേഴ്സിനെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കരുതി ഇങ്ങനെ ഒന്ന് എണീറ്റിട്ട് ഞാൻ ഒഴിപ്പിക്കാമെന്ന് കരുതിയതും ഒന്ന് ഞാൻ ഉറങ്ങിയപ്പോൾ തന്നെ ആകെ മൂത്രം ഒഴിച്ചിട്ട് സീനാക്കി വെച്ചേക്കുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കഴുകും ഇതാക്കുകയൊക്കെ ചെയ്ത് മാറ്റി കൊടുത്തിട്ട് കടന്നപ്പോൾ ഇന്നലത്തെ ഉറക്കം അങ്ങനെ എന്താ പറയുക സോഹട്ടോ. എന്തായാലേ പണ്ടും നമ്മൾ എന്താ പറയുക, ഒരു ദിവസം പോലും ഉറങ്ങാത്ത ദിവസങ്ങൾ നമുക്ക് എന്താ പറയുക ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മക്കളുണ്ടായതിൻ്റെ ശേഷമൊക്കെ എന്താ പറയുക, ആഴ്ചയിൽ 2ഉം 3ഉം വട്ടമൊക്കെ നമ്മൾ ഉറങ്ങാത്ത രാത്രികളാക്കാരം. ഇതൊന്നും നമ്മൾ ഈ അവസ്ഥ ചിലപ്പോൾ പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര ക്യൂട്ടാണ് കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷെ ഇതുപോലെ നമുക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ, നമ്മളെ എന്താ പറയുക ലൈഫ് എങ്ങനെ പോണെന്ന് ശരിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് മാത്രമേ അറിയാം. എന്താ ബെഡ്ഷീറ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കീറലുണ്ട് കേട്ടോ. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റാണ്. പിന്നെ തിരുമ്പിയത് ഇപ്പോൾ ഉണങ്ങാനൊരു പാകമല്ല, അവിടെ ഇവിടെയൊക്കെ അയൽ കെട്ടിക്കാണ് കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ എന്താ പറയുക തുണികൾ ഇട്ടാലും ഈ മഴ പെയ്യുമ്പോൾ തട്ടിയിട്ട് പിന്നെയും വെള്ളമാവും കേട്ടോ. എന്നാലും ജസ്റ്റ് ചെറിയൊരു വെയിലിനൊക്കെ വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ കിട്ടുന്നിടത്തൊക്കെ അയൽ കെട്ടിയിട്ട് അങ്ങനെ നമ്മൾ തോരയിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റയ്യാൻ പുട്ട് കൊടുക്കാൻ റയ്യാൻ രാവിലെ തന്നെ പുട്ട് അറിയുമ്പോൾ എനിക്ക് കഴിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. ചിക്കൻ ഉണ്ടെങ്കിൽ ദിവസം എന്താ പറയുക ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മടിച്ചിട്ട് ഞാൻ കുറേ നേരം പിന്നാലെ നടന്നിട്ട് പിന്നെ ആളെക്കൊണ്ട് കഴിപ്പിച്ചു കേട്ടോ. എനിക്കങ്ങനെയാണ്, നമ്മൾ എന്താ പറയുക ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഫുഡ് കുട്ടികളെ കൊണ്ട് എൻ്റെ ഒരു വാശിയല്ല കേട്ടോ. നമുക്ക് എന്താ പറയുക ഏത് ഫുഡും കുട്ടികൾ കഴിക്കണം. ചിക്കൻ ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, ചമ്മന്തി ആയിക്കോട്ടെ, ചാറായിക്കോട്ടെ, എല്ലാ ഐറ്റംസും കുട്ടികൾ കഴിക്കണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ABC ജ്യൂസ് കുടിക്കാൻ കേട്ടോ. എനിക്കെന്നെ തോന്നി ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് കുടിക്കുന്നത് കേട്ടോ. പക്ഷെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എനിക്ക് നല്ല സ്കിൻ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പോലും നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ. നമ്മളെ ഫേസിനൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ എന്താ പറയുക ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ക്ലീനിങ് അതുപോലെ നമ്മൾ സിറ്റോട് ആദ്യം നമ്മൾ അടിച്ചു വാരിയിട്ടു ആകെ എല്ലായിടത്തും. പിന്നെ നമ്മൾ സിറ്റോടൊക്കെ ക്ലീൻ ആക്കുക കേട്ടോ. സിറ്റോടിൻ്റെ തിണ്ടൊക്കെ തുടച്ചിട്ട് പിന്നെ നമ്മൾ സിറ്റോട് തുടച്ചു കേട്ടോ. പിന്നെ സിറ്റോട് തുടച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് തുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളിൽ പിന്നെ ഇട്ട് തുടക്കില്ല നമ്മൾ. അങ്ങനെയൊക്കെ നമ്മൾ വാഷ് ബേസ് കഴുകുകയാണ് കേട്ടോ. വാഷ് ബേസ് എന്താ പറയുക അത്യാവശ്യം നമ്മൾ ഇപ്പോൾ താത്താര് കുട്ടികളെല്ലാവരും വന്ന കാരണം ഇപ്പോൾ ഇവിടെ തന്നെയായിട്ട് യൂസ് ആക്കൽ. അപ്പോൾ നല്ലോണം ക്ലീൻ ആക്കി ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൂത്രമൊഴിച്ചിട്ടൊക്കെ പണി തന്നു എന്നുള്ളത്. അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. ഇന്നലെ ബെഡ്ഷീറ്റിലും പുതപ്പിലും എൻ്റെ തലക്കണി കവറിലും ഒക്കെ മൂത്രമൊഴിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് വെള്ളം എടുത്തിട്ട് ആകെ ഒന്ന് തുടച്ചിട്ട് പിന്നെ കുറച്ച് ഡെറ്റോളും പിന്നെ പനോയിലൊക്കെ പാറ് തുടച്ചിക്കണം കേട്ടോ. ഉമ്മാക്കാണെങ്കിലോ മൂത്രം അത് ഇത് പറഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് പിന്നെ എൻ്റെ ഭാഗം ഒന്ന് ക്ലീനാക്കി ഉമ്മയൊന്ന് പോയി ക്ലീനാക്കിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക അടുക്കളയൊക്കെ തുടച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടോ. പിന്നെ ഉമ്മ നല്ല എന്താ പറയുക ഇന്നിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഉമ്മ പോയപ്പോഴും മീൻ വാങ്ങിയില്ല. പിന്നെ ഇന്ന് അജുവാൻ പോയി വാങ്ങാൻ പറഞ്ഞിട്ട് അജുവാൻ കൊടുക്കുന്നത് ഉണക്കമീനാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇതിങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഉമ്മ നല്ല ഈ ഉണക്കമീൻ പുളിയിട്ട കറിയും ഈ ഉണക്കമീൻ പൊരിച്ചതും പിന്നെ എന്താ പറയുക നല്ല തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചമ്മന്തിയും ഉപ്പേരിയും ആ പുളിയിട്ട കറിയും നമ്മളെ ഉണക്കമീനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ
രാവിലെ പുട്ടിന് റയ്യാന് പ്രശ്നമുള്ള പോലെ തന്നെ ഉച്ചക്ക് ചോറ് കൂട്ടുക. എന്നാലും ഞാൻ വാശിയൊന്നും കണക്കിലെടുക്കാതെ ഞാൻ മോൻക്ക് ഫുഡ് ഞാൻ കൊടുത്തു കേട്ടോ. പിന്നെ ഷേജുബേബിക്ക് നമ്മളൊക്കെ ഫുഡ് കൊടുക്കണതിന് മുന്നേ നമ്മൾ ഫുഡ് കൊടുക്കും. അങ്ങനെ എന്നിട്ട് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഈവനിങ്ങും ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ എടുക്കാനാണ് എന്താ പറയുക മറന്നുവിട്ടു. അപ്പം നമ്മളെ കാക്കു വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ചായ കുടിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ മോറി വെച്ചു. ഇന്ന് ഇമ്മി അജുവാനും ഇന്നലെ മരുന്ന് ഏൽപ്പിക്കാൻ പോയി. ഇന്ന് ഓല് മരുന്ന് വാങ്ങാൻ പോയതാണ് കേട്ടോ. നമ്മളെ ഉപ്പാക്ക് ഇങ്ങനെ 2 മാസത്തിനൊക്കെ മരുന്ന് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും ഉപ്പ നിൽക്കണോടത്തേക്ക് കിട്ടും. അപ്പം അത് വാങ്ങാൻ പോയിക്കാണ് ഉമ്മ. അപ്പം നമ്മളിതാ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാണ്ട് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ തുടച്ചിട്ടൊന്ന് നമ്മൾ നീറ്റാക്കി വെക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചായ ഒന്ന് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കാണ് കേട്ടോ. കാരണം നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഞാൻ പാല് നേരത്തെ കൊടുക്കും കേട്ടോ. പാല് നേരത്തെ കൊടുത്തിട്ടില്ലെങ്കിൽ കിടക്കാൻ നേരത്താണ് കൊടുക്കണമെങ്കിൽ എന്താ പറയുക രാത്രി പിന്നെ പമ്പേഴ്സൊക്കെ ചിലപ്പോൾ ഒലിച്ച് പോകും കേട്ടോ. അമ്മാതിരി മൂത്രമൊഴിക്കും. അപ്പം ഞാൻ എന്താ പറയുക ഒരു മഗ്‌രിബിൻ്റെ ടൈമിലൊക്കെ ഷേസൂന് പാല് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ എന്നത്തെയും പറയണ പോലെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെന്താ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട അപ്പം തന്നെ നിങ്ങളൊന്ന് എന്താ പറയുക ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ പാലൊക്കെ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.